ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്രയാണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റേജും ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഓരോ കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആക്കി റെഡിയാക്കി വെച്ചോ മക്കളെ. 11 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, അതുപോലെ ബൂളിയൻ ആൾജിബ്ര. ഈ 2 പാർട്ടാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോവാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? നമ്പർ സിസ്റ്റം. നമുക്ക് 4 നമ്പർ സിസ്റ്റമാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളൊരു നമ്പർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ സിസ്റ്റം എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്പർ സിസ്റ്റമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഏതല്ല, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച നമ്പർ സിസ്റ്റം അല്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈജിപ്ഷ്യൻ, സുമേറിയൻ, ബാബിലോണിയൻ എന്ന് പറയുന്ന, ഗ്രീക്ക് എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം ആൻഷ്യൻ നമ്പർ സിസ്റ്റം എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്പർ സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവരുടെയൊക്കെ ബേസ് ആണ്, ഓരോരുത്തരുടെയും ബേസ്. ബൈനറിയുടെ ബേസ് വരുന്നത് 2 ആണ്, ഒക്ടൽ 8 ആണ്, ഡെസിമൽ 10 ആണ്, ഹെക്സാഡെസിമൽ 16 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 അതിലുണ്ടാവില്ല, കാരണം 0 സ്റ്റാർട്ട് ചെയ്യുന്നത്, 7 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഹെക്സാഡെസിമലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 9 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പകരം ഉപയോഗിക്കുന്നത് ഏതാടാ? 10നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഉപയോഗിക്കുന്നു, 11നെ റെപ്രസെന്റ് ചെയ്യാൻ ബി, 12നെ റെപ്രസെന്റ് ചെയ്യാൻ സി, 13, 14, 15 ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു നമ്പർ നമ്മൾ എഴുതിയിട്ട് അതിന്റെ പുറത്തു കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിലൊരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മളൊരു നമ്പർ എഴുതി കൊടുക്കും. അതാണ് ആ നമ്പറിന്റെ ബേസ്. അപ്പോൾ ബേസ് 8 ആണെന്ന് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒക്ടൽ നമ്പർ ആണെന്നാണ് അതിനർത്ഥം. സോ നമുക്ക് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവാം. അതാണ് MSD അതുപോലെ LSD. MSD LSDയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. MSD എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. സാധാരണഗതിയിൽ നമ്മളൊരു 251 എന്ന് എഴുതിയാൽ ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്, ദ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് കോൾഡ് MSD. അങ്ങനെയാണെങ്കിൽ LSD എന്തായിരിക്കും? റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ഡിജിറ്റ് ഈസ് കോൾഡ് LSD. അതുപോലെ തന്നെയുള്ള മറ്റൊരു സാധനമാണ് MSBയും LSBയും. ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്പറിൽ, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും ഒക്ടലിലും ഹെക്സാഡെസിമലിലും അതിലുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റ്. പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ അതിലുള്ള ഒരു നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിറ്റ്. ബൈനറി ഡിജിറ്റ് എന്നാണ് ഈ ബിറ്റിന്റെ ഫുൾ ഫോം. അത് പഠിച്ചു വെക്കുക. ബിറ്റിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബിറ്റിന്റെ ഫുൾ ഫോം? ബൈനറി ഡിജിറ്റ്. അപ്പോൾ ഈ MSB അല്ലെങ്കിൽ LSB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ഒരു ബൈനറി ഡിജിറ്റിലെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് MSB. അതുപോലെ ഒരു ബൈനറി ഡിജിറ്റിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LSB. അടുത്തതാണ് നമ്പർ കൺവേർഷൻ. മക്കളെ, നമ്പർ കൺവേർഷൻ ഒരു 12 ടൈപ്പ് കൺവേർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും ഈ സാധനം വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക. ആ ചെയ്തത് ശരിയാണെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഒറ്റയ്ക്ക് ഈ 12 കൺവേർഷനും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ടല്ലാതെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകരുത്. എങ്ങനെ പോയാലും ഒരു 3 മാർക്കിൻ്റെ അടുത്ത് ഈ ഒരു നമ്പർ കൺവേർഷനിൽ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പറുകളെ ബാക്കിയുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യം എല്ലാം അത് പറയുന്നത്. ഇനി നോക്കിയാടാ മക്കളെ, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ 25നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അയാളുടെ ബേസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 12 കിട്ടി. അതിൻ്റെ റിമൈൻഡർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഈ 12ൻ്റെ നേരെ അപ്പം കിട്ടുന്ന റിമൈൻഡർ എഴുതി കൊടുത്തു. അതേപോലെ 12നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 6 കിട്ടി. റിമൈൻഡർ എഴുതി കൊടുത്തു 0. റിമൈൻഡർ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇല്ല. അടുത്തത് 6നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 3 കിട്ടി. റിമൈൻഡർ കിട്ടി 0, അത് എഴുതി കൊടുത്തു. നെക്സ്റ്റ് 3നെ 2 കൊണ്ട് അരിച്ചു. നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ. ആൻസർ 1 കിട്ടി, റിമൈൻഡറും 1 കിട്ടി. ഇനി വീണ്ടും ഇവിടെ ഉള്ള ഈ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ആൻസർ അവസാനം 0 ആയിട്ട് മാറി. ഇവിടെ 0 വരുന്നത് വരെ ഈ പരിപാടി തുടർന്നുകൊണ്ടേ പോകണം. അത് എത്ര നില ഉണ്ടോ അത്രയും നില നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ നമുക്ക് ഇവിടെ റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. താഴേന്ന് മുകളിൽ നിന്ന് താഴേക്കല്ല എഴുതുക, താഴേന്ന് മുകളിലേക്കാണ് എഴുതി കൊടുക്കുക. സോ 11001, അതായത് 25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 11001. നിങ്ങൾ എന്ത് വായിക്കാൻ നിൽക്കരുത്? 11,001 എന്ന് വായിക്കരുത്. അങ്ങനെ വായിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എങ്ങനെ വായിച്ചാലും പരീക്ഷ പേപ്പറിൽ നിങ്ങൾ എങ്ങനെയാണ് വായിച്ചത് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അതല്ല ഇവിടെ പ്രസക്തി, കൺവേർഷനാണ് പ്രസക്തി. അടുത്തതാണ് ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്.
മക്കളെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 125ൽ എത്ര 8 ഉണ്ട്? 15 ഉണ്ട്. ഇനി ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഈ കാൽക്കുലേറ്റർ കയ്യിൽ വെച്ചുകൊണ്ടു. ടീച്ചർ പ്രശ്നം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കൊണ്ട് തെറ്റിക്കരുത് മക്കളെ. സോ 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് ആൻസർ 15 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടിയടാ? 5 റിമൈൻഡറും കിട്ടി. ഈ 15നെ വീണ്ടും നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15ൽ ഒരു 8 ഉള്ളത്. സോ 1 ഇവിടെ ആൻസർ എഴുതി കൊടുത്തു. റിമൈൻഡർ ആയിട്ട് 7 എഴുതി കൊടുത്തു. ഇനി വീണ്ടും 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1ൽ 8 ഇല്ല, അതുകൊണ്ട് ഇവിടെ 0 വന്നു. ഇവിടെ 0 വരുവോളം തുടരുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിമൈൻഡർ എത്ര എഴുതി കൊടുത്തു? 1 എഴുതി കൊടുത്തു. താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതേണ്ടത്. സോ 175 ആണ് അവിടെ ആൻസർ വരിക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെക്സാഡെസിമലിലേക്കുള്ള കൺവേർഷൻ അപ്പോൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ 155നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 155ൽ 16 എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. റിമൈൻഡർ എത്ര വരും? 11 വരും. അതേപോലെ 9ൽ എത്ര 16 ഉണ്ടടാ? 0 ആണ്. 0ത്തോളം തുടരണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 0 എത്തിയിട്ടുണ്ട്. റിമൈൻഡർ നമ്മൾ എഴുതി കൊടുത്തു 9. താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതി കൊടുക്കൽ. സോ 9, 11. 11 എഴുതാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? 11 എന്ന് പറയുന്ന നമ്പർ ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? 10 എന്ന് പറയുന്നത് എ വെച്ചിട്ടും 11 ബി വെച്ചിട്ടും 12 സി വെച്ചിട്ടുമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 11ന് പകരം എന്ത് എഴുതി കൊടുക്കുക? ബി എന്ന് എഴുതി കൊടുക്കുക. ഇതോടുകൂടി ഡെസിമലിൽ നിന്നുള്ള കൺവേർഷൻ തീർന്നു. ഇനി ഡെസിമലിലേക്കുള്ള കൺവേർഷനാണ് പഠിക്കുന്നത്. ഇതെല്ലാം ഒരേ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ ഗുണിച്ച് പോകുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇതിന് ബൈനറി ടു ഡെസിമൽ, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത്. മക്കളെ ഒന്നുകൂടെ നോക്കിയടാ. ഇതിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ടാവുമല്ലോ. ആ ബൈനറി നമ്പറിലുള്ള എല്ലാ നമ്പറിനെയും *2 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റിൽ 1 ആണ് ഉണ്ടായിരുന്നത്. സോ 1 × 2 എന്ന് എഴുതി കൊടുത്തു. അതേപോലെ രണ്ടാമതും 1 ആണുള്ളത്. അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? 1 × 2 എന്ന് എഴുതി കൊടുത്തു. പിന്നെ മൂന്നാമത് 0 ആണുള്ളത്. സോ 0 × 2 എന്ന് എഴുതി കൊടുത്തു. അതുപോലെ വീണ്ടും 1 × 2 എഴുതി കൊടുത്തു. വീണ്ടും 1 × 2 എഴുതി കൊടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. പവർ നിങ്ങളപ്പോൾ എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ ആദ്യം എന്ത് മാത്രം എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? 1 × 2 + 1 × 2 + 0 × 2 + 0 × 2 + 0 × 2 + 1 × 2 + 0 × 2 ഇങ്ങനെയാണ് എഴുതി കൊടുക്കുക. പരിപാടി മനസ്സിലായിട്ടുണ്ടോ? ഇനി ചെയ്യേണ്ട പരിപാടി ഏറ്റവും ലാസ്റ്റിൽ നിന്ന് പവർ ഇട്ട് തുടങ്ങുക. ഏറ്റവും ലാസ്റ്റത്തിൻ്റെ പവർ എന്താണ് ഇടേണ്ടത്? 0 ആണ് ഇടേണ്ടത്. പിന്നെ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് എന്തിട്ട് തുടങ്ങുക? പവർ ഇട്ടിട്ട് ഇങ്ങോട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? 1 2 3 4 5 6 7. ഓക്കെ. ഇനി ഇതാണ് കാൽക്കുലേറ്റ് ചെയ്ത്, സാധാരണ കാൽക്കുലേറ്റ് ചെയ്യണ പോലെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. അതേ പരിപാടി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലാ നമ്പറിനെയും × 2 ഇട്ടിട്ട് പ്ലസ് ഇട്ടിട്ട് എഴുതി കൊടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ട് റൈസ് ടു 0 ഇട്ടുകൊണ്ട് ചെയ്തു. പിന്നെ സാധാരണ മാത്ത് കണക്ക് തന്നെയാണ് കൂട്ടിയിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടി? 27 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ 11011 എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറയുന്നത് 27 ആണ്. നേരത്തെ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ബൈനറി എന്നാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതിൽ നിന്നാണ് ഒക്ടൽ എന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 × 8, അതുപോലെ 5 × 8 + 7 × 8. ഇനി എന്താ ചെയ്യേണ്ടത്? റൈസ് ടു ഏതെന്നാ തുടങ്ങേണ്ടത്? 0 എന്ന് തുടങ്ങണം. 0 1 2. 8² 64 ആണ് എഴുതി കൊടുത്തു. 8⁻1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 5 × 8 5 × 8 എത്രയാടാ? 5 × 8 40 നമ്മൾ എഴുതി കൊടുത്തു. 8⁻0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 8⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. 8⁻0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ എത്ര കിട്ടി? 111 111 എന്ന ആൻസർ കിട്ടി. സോ 157 ഒക്ടലിന് കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത് 111 ആണ്. അടുത്തത് നോക്കാം. അടുത്ത എന്താ പറയുന്നത്? ഹെക്സാഡെസിമലിനെ കൺവേർട്ട് ചെയ്യാനാണ്. ഹെക്സാഡെസിമലിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള AB എന്നാണ്. AB എന്ന് പറയുന്നതിൽ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10നെ റെപ്രസെൻറ്റ് ചെയ്യാനും B എന്ന് പറയുന്നത് 11നെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ AB എന്നല്ല നമ്മളവിടെ എടുക്കേണ്ടത്. 10 × 16, അതുപോലെ 11 × 16. സെയിം പരിപാടി ഈ തലക്കെന്ന് ഇങ്ങോട്ട് റൈസ് ടു പവർ 0 മുതൽ ഇങ്ങോട്ട് ഇട്ട് പോരുക. 0 1 എന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 × 16 160 എന്ന് കിട്ടി. 16⁻0 1 ആണ് കിട്ടുക. ഏത് നമ്പറിനെയും റൈസ് ടു 0 ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക. സോ 160 + 11 ആൻസർ 171 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഏത് കൺവേർഷൻ തീർന്നു? ഡെസിമലിലേക്കുള്ള കൺവേർഷൻ തീർന്നു. ടോട്ടൽ 6 കൺവേർഷൻ നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. അടുത്തതാണ് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. മക്കളെ, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻ. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഒരു ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണടാ? ബൈനറി ബിറ്റ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അതായത് ഒരു ഒക്ടൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ബൈനറി ബിറ്റ് വേണം? 3 ബൈനറി ബിറ്റ് വേണം. ക്ലിയർ ആണോ? അതായത് ബൈനറി നമ്പർ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. അതായത് ഈ 4 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എത്ര ബൈനറി ബിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്?
പറഞ്ഞേടാ എത്ര ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് 3 ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നേരെ ആൻസറിലേക്ക് കിടക്കാം. ഒരു കാര്യം, ഈ ഒരു ടേബിൾ നിങ്ങൾ മര്യാദക്ക് പഠിച്ചു വെച്ചിരിക്കണം. 3 വേണമെന്നല്ലേ പറഞ്ഞത്. സോ 2⁻0, 2⁻1, 2⁻2. അതിൻ്റെയൊക്കെ വാല്യൂസ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി മക്കളെ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഫസ്റ്റ് 4നെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. 4നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4ൻ്റെ അവിടെ മാത്രം 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ള 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4നെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇനി അടുത്തത് ആരെയാണ് വേണ്ടത്? 3നെ റെപ്രസെൻറ്റ് ചെയ്യാണ് വേണ്ടത്. 3നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും നമ്പർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 3 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടും. ആരൊക്കെ കൂട്ടിയാൽ കിട്ടും? 2നെയും 1നെയും കൂട്ടിയാൽ കിട്ടും. അപ്പോൾ അവിടെ മാത്രം 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളത് 0 ഇട്ട് കൊടുക്കുക. അടുത്തത് ആരെയാണ് നമുക്ക് ആവശ്യം? 7നെയാണ് ആവശ്യം. 7നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ കൂട്ടിയാലും 7 കിട്ടുക? 4, 2, 6, 1, 7. അപ്പോൾ എല്ലാം 1 ഇട്ട് കൊടുക്കുക. ഏതൊക്കെ കൂട്ടിയിട്ടാണോ 1 കിട്ടുന്നത്, ഏതൊക്കെ കൂട്ടിയിട്ടാണോ നമുക്ക് ആവശ്യമുള്ള നമ്പർ കിട്ടുന്നത്, ആ കൂട്ടുന്ന നമ്പറിൻ്റെ അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക, ഉപയോഗിക്കാത്ത നമ്പറിൻ്റെ അവിടെ 0 ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് പരിപാടി. സോ 437 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ? 100 011 111. ഇതാണ് പരിപാടി. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ പരിപാടി? വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണേടാ മക്കളെ. അടുത്തത് ഹെക്സാഡെസിമൽ ടു ബൈനറി. നേരത്തെ പറഞ്ഞു ഒരു ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് എത്ര എന്നാണ് പറഞ്ഞത്? 3 എണ്ണാണെന്ന് പറഞ്ഞത്. ഇവിടെ ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയാണ്. ആ എത്ര എണ്ണാണ്? 4 ആൾ വേണം. എത്ര ബിറ്റ് വേണം? 4 ബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എ-ബിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ചെയ്ത അതേ പരിപാടി നമുക്ക് എടുക്കാം. ആദ്യം എന്റെ ആളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമ്പർ? 10 ആണ് നമ്പർ അല്ലേ? എന്ന് പറഞ്ഞാൽ 10 അല്ലേ നമ്പർ? മക്കളെ നോക്കിയാൽ 10 കിട്ടണമെങ്കിൽ ഇതിൽ ഏതൊക്കെ നമ്മൾ 0 ഇട്ട് ഏതൊക്കെ നമ്മൾ കൂട്ടിയിരിക്കണം? 8ഉം 2ഉം കൂട്ടണം. സോ ഇവിടെയും 1 ഇട്ട് കൊടുത്തു, ഇവിടെയും 1 ഇട്ട് കൊടുത്തു, ബാക്കി 2ഉം 0 ഇട്ട് കൊടുത്തു. അടുത്ത് ബി ആണ് ആവശ്യമുള്ളത്. ബി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 11 ആണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആണല്ലോ? 11 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ വേണം? 8ഉം 2ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10, ഇയാളും കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും. സോ ഇവിടെയും 1 ഇട്ടു, ഇവിടെയും 1 ഇട്ടു, ഇവിടെയും 1 ഇട്ടു. സോ 8, 2ഉം 10, 10, 1ഉം 11. ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഇത്രയുള്ള പരിപാടി. സോ എ-ബി എന്ന് പറയുന്ന ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഇത് ഇതേ ഓർഡറിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. ആദ്യം എൻ്റെ ചെയ്താൽ പിന്നെ ബീൻ്റെ ചെയ്താൽ. എൻ്റെ എത്രയാണെന്ന് പറഞ്ഞാൽ 1010 ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ 1011 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണേടാ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ബൈനറിന്ന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്ത്? ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര പേര് വേണമെന്ന് പറഞ്ഞത്? 3 പേര് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ ബൈനറിനെ 3 എണ്ണത്തിൻ്റെ സെറ്റാക്കി മാറ്റുക. സെറ്റാക്കി മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തലക്കെന്നാണ് സെറ്റാക്കേണ്ടത്. ഇങ്ങേ തലക്കെന്ന് വേണം സെറ്റാക്കിയാണ് പോകാൻ. അങ്ങനെ സെറ്റാക്കി വന്ന സമയത്ത് ഇവിടെ 3 എണ്ണം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ വക 2 0 ഇട്ട് കൊടുത്തിട്ട് 3 എണ്ണം ആക്കി. ഓക്കെ ആണല്ലോ? ഇവിടെ എന്താ പറഞ്ഞത്? 101. ഇതായത് ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4ഉം 1ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ചതുരം ഉണ്ടല്ലോ, ആ ചതുരം ഒന്ന് വരച്ച് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും നിങ്ങൾ പരീക്ഷയ്ക്ക്. ഇതിൻ്റെ വാല്യൂ 5 ആണ്, ഇതിൻ്റെ വാല്യൂ 5, ഇതിൻ്റെ വാല്യൂ 1. സോ ആൻസർ എന്ത് കിട്ടി? 1555 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തതാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ. നമ്മൾ പഠിച്ചു ഹെക്സാഡെസിമലിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ബൈനറി ബിറ്റ് വേണം? 4 എണ്ണം വേണമെന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എത്ര എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കേണ്ടി വരും? 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കേണ്ടി വരും. എത്ര എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കേണ്ടി വരും? 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കേണ്ടി വരും. എന്നാൽ ഇനി ഇവിടെ നോക്കിയടാ, 111. ഈ 1ൻ്റെ വാല്യൂ 8 ആണ്. ഈ 1ൻ്റെ വാല്യൂ എത്രയാടാ? 8ഉം 4 ആണ്. 8ഉം 4ഉം എത്രയായി? 12 ആയി. 12ഉം പിന്നെ ഒരു 1ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാ? 13 ആണ് ആൻസർ വരുന്നത്. എത്രയാണ് വരുന്നത്? 13. 13 എഴുതി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ 10 എന്ന് പറഞ്ഞാൽ എ ആണ്, 11 എന്ന് പറഞ്ഞാൽ ബി ആണ്, 12 എന്ന് പറഞ്ഞാൽ സി ആണ്, 13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ആണ്. ഡി എഴുതി കൊടുത്തു. ഇത് 1 ആണ്, ഇതിൻ്റെ വാല്യൂ 4 ആണ്. സോ 1ഉം 4ഉം കൂട്ടിയാൽ 5. ഇതിൻ്റെ വാല്യൂ 0 ആണ്, ഇതിൻ്റെ വാല്യൂ 0 ആണ്, ഇതിൻ്റെ വാല്യൂ 1, ഇതിൻ്റെ വാല്യൂ 2, ഇത് 4. 2ഉം 4ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാടാ? 65D എന്നാണ് നമ്മളുടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം. അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ഒക്ടലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒക്ടലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടെത്തുക. ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടെത്തുക. ഈ 127ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്മൾ കണ്ടെത്തി. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 001 ആണ്. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 010 ആണ്. 7 എന്ന് പറഞ്ഞാൽ 111 ആണ്. ഇനി ഈ ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാലോ. എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് കൂടിയതാണ്? 4 എണ്ണം കൂടിയതാണ്. സോ 4 എണ്ണത്തിൻ്റെ സെറ്റ് ആക്കിയിട്ട് മാറ്റി. അങ്ങനെ മാറ്റിയ സമയത്ത് ഇതിൻ്റെ വാല്യൂ നമുക്ക് 7 കിട്ടി, ഇതിൻ്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. ഇവിടെ കിടക്കുന്ന ഒരു 0 ഉണ്ട്. അതിന് ഇങ്ങോട്ട് നമ്മൾ ഒരു 3 0 ഇട്ടെടുത്ത് 4 0 ആക്കിയാലും ആൻസർ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. നമുക്കറിയാം MSBയിൽ, അതായത് ഇങ്ങേ തലക്കൽ എത്ര 0 ഇട്ടെടുത്തിട്ടും കാര്യമില്ല, അതിന് വാല്യൂ ഇല്ല എന്നുള്ള നമുക്കറിയാലോ. അതുകൊണ്ട് ആ 0നെ നമ്മൾ പരിഗണിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 57 എന്ന് കിട്ടി.
ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഹെക്സാഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോഴും ചെയ്യേണ്ട പരിപാടി ആ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലിനെ ആദ്യം എന്തിലേക്ക് മാറ്റുക, ഡെസിമലിലേക്ക് മാറ്റുക. എന്തിലേക്ക് മാറ്റുക, ഡെസിമലിലേക്ക് മാറ്റുക. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ്. പിന്നെ അപ്പുറത്ത് എന്താ ഉള്ളത്, 10 തന്നെ. ഏനെ റെപ്രസെന്റ് ചെയ്യാൻ 10 ആണ്. അപ്പോൾ ഈ 10നെ റെപ്രസെന്റ് ചെയ്യാനോ അതും 10 എന്ന് തെറ്റിദ്ധരിച്ചാണ്ട് ഇട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. 10 എന്ന് പറഞ്ഞിട്ടൊരു ഡിജിറ്റ് ഇല്ല. ഇതെന്താ സാധനം, ഒരു 1ഉം പിന്നെ ഒരു 0യും ആണുള്ളത്. ആരൊക്കെയാടാ, ഒരു 1ഉം പിന്നെ ഒരു 0യാണ് ഇവിടെ ഉള്ളത്, ഒരു 1ഉം ഒരു 0യും. അപ്പം അങ്ങനെ തെറ്റിദ്ധരിച്ച് പോകരുത്. സോ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, എൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് 1010, 1ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 0001, 0ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് എന്താ 0000. എത്ര 0 ഉണ്ടാവും, 4 0 ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്, ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ എത്രണ്ണത്തിൻ്റെ സെറ്റ് ആക്കണം, 3 സെറ്റാക്കി മാറ്റണം. സോ ഇവിടെ 0 കിട്ടി, ഇവിടെ 2 കിട്ടി, ഇവിടെ വീണ്ടും 0 കിട്ടി, ഇവിടെ 5ഉം കിട്ടി. അങ്ങനെ ആൻസർ നമുക്ക് എന്ത് കിട്ടി, 5020 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതോടുകൂടി നമ്മളുടെ എന്ത് തീർന്നു, കൺവേർഷൻ തീർന്നിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളുടെ എന്ത് തീർന്നിട്ടുണ്ട്, കൺവേർഷൻ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ബൈനറി അഡീഷൻ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം മനസ്സിലാക്കുക. ബൈനറി അരിതമെറ്റിക്സ് വേറെയും പറയുന്നുണ്ട്, അതെല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ആഡ് ചെയ്യുക, 1ഉം 0യും കൂട്ടിയാൽ 1 ആണ്, 0യും 1ഉം കൂട്ടിയാൽ 1 ആണ്, 1ഉം 0യും കൂട്ടിയാൽ 1, 1ഉം 0യും കൂട്ടിയാൽ 1, 0യും 1ഉം കൂട്ടിയാൽ 1, വീണ്ടും 1. ഇതാണ്. ഇത് സിമ്പിളാണ്, ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇനി ഇവിടെ നോക്കിയാടാ, 1ഉം 1ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 2 ആണ് കിട്ടുക. 2നെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യൽ 10 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 2 നമ്പർ കൂട്ടിയിട്ട് ഇങ്ങനെ 2 ഒരു ഇങ്ങനെ 2 ഡിജിറ്റ് ഉള്ള നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്, ഫസ്റ്റത്തെ ഡിജിറ്റ് ആൻസർ ആയിട്ട് എഴുതും, ബാക്കിയുള്ളത് റിമൈൻഡർ ആയിട്ട് അപ്പുറത്ത് എഴുതി കൊടുക്കും. ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്, സെയിം പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 1ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, 1ഉം 1ഉം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 10 ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി 1 + 0 + 0 ആൻസർ എന്താ കിട്ടുക, 1 തന്നെ കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, 1ഉം 1ഉം ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടും, റിമൈൻഡർ 1 പോകും. 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണെന്നുള്ളത് പഠിച്ചു. ഇവിടെ എത്ര 1 ആഡ് ചെയ്യാനുണ്ടാ, 3 1 ആഡ് ചെയ്യാനുണ്ട്. 1 + 1 + 1 ആൻസർ എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. കാരണം 1 + 1 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3നെ റെപ്രസെന്റ് ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒക്ടൽ ഡെസിമൽ കൺവേർഷന്റെ സമയത്ത് ഒരു ടേബിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെ വരുമ്പോഴാണ് 3 വരിക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ 1ഉം 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 ആഡ് ചെയ്താൽ നമുക്ക് 3 ആണ് ആൻസർ കിട്ടുക. 3ൻ്റെ എങ്ങനെ എഴുതി കൊടുക്കേണ്ടത്, 11 1 എന്നാണ് ഉത്തരം കിട്ടുക. സോ ഫസ്റ്റത്തെ 1 ആൻസർ ആയിട്ട് എഴുതി കൊടുത്തു, മറ്റേ 1 എന്തായിട്ട് എഴുതു, റിമൈൻഡർ ആയിട്ട് എഴുതി കൊടുത്തു. ഇനി വീണ്ടും 1ഉം 1ഉം ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണ് കിട്ടുക. സോ 0 എഴുതി കൊടുത്തു, 1 റിമൈൻഡർ ആയിട്ട് എഴുതി കൊടുത്തു. 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണ്. റിമൈൻഡർ ഉണ്ടാക്കാൻ അപ്പുറത്ത് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ 10 എന്ന് അതുപോലെ എഴുതി കൊടുത്തു. ഇത് കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. കാരണം 2's കോംപ്ലിമെന്റിന്റെ കറസ്പോണ്ടിങ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അടുത്തതാണ് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ റെപ്രസെന്റേഷൻ 3 റെപ്രസെന്റേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോറി 2 അല്ല 3 റെപ്രസെന്റേഷൻ, 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, സെക്കൻഡ് വൺ 1's കോംപ്ലിമെന്റ്, ലേറ്റർ ഓൺ 2's കോംപ്ലിമെന്റ്. എന്താണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഫൈൻഡ് ദ ബൈനറി ഈക്വലന്റ്. എത്ര ബിറ്റിന്റെ ബൈനറി ഈക്വലന്റ്, 7 ബിറ്റ് ബൈനറി ഈക്വലന്റ്. എത്ര ബിറ്റാണ്, 7 ബിറ്റ് ബൈനറി ഈക്വലന്റ് കണ്ടെത്തുക. എന്നിട്ടോ, അതായത് നിങ്ങളിപ്പോൾ ഒരു ബൈനറി ബിറ്റ് ഇപ്പോൾ 25ൻ്റെ ബൈനറി നിങ്ങൾ കണ്ടെത്തി. അപ്പോൾ എത്ര ബിറ്റേ ഉള്ളൂ, 5 ബിറ്റേ ഉള്ളൂ. അപ്പോൾ എണ്ണ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തലക്ക് ഒരു 2 0 കൂടി ഇട്ട് കൊടുക്കുക. അതാണ് 7 ബിറ്റ് ബൈനറി ഈക്വലന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്ക് ദ ഫസ്റ്റ് ബിറ്റ് 1 ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. മക്കളെ, നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റത്തെ ഡിജിറ്റ് ടോട്ടൽ എത്ര ബിറ്റ് കൂടിയതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, 8 ബിറ്റ് കൂടിയതാണ്. അതിൽ ഫസ്റ്റത്തെ ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ടു റെപ്രസെന്റ് സൈൻ. First bit is used to represent sign and rest 7 bit is used to represent magnitude. അപ്പോൾ ഈ കാണുന്ന ആളെയാണ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതാണ് ആ നമ്പർ അതുപോലെ എഴുതി വെച്ചത്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ഫസ്റ്റത്തെ ആളെ 1 ആക്കി കൊടുക്കുക, ബാക്കിയുള്ള അതുപോലെ എഴുതി കൊടുക്കുക. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് എന്ന് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നെങ്കിൽ എന്താണ് ആ സാധനം എന്നായിരിക്കും ചോദിക്കുക, അതല്ലെങ്കിലോ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടായിരിക്കും പറയുക. അടുത്തതാണ് 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, ആദ്യം ചെയ്യേണ്ട പരിപാടി 8 ബിറ്റ് ബൈനറി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടെത്തുക, 8 ബിറ്റ് ബൈനറി കണ്ടെത്തുക. അപ്പോൾ നമുക്ക് കണ്ടെത്തിയതിൽ ബൈനറി കണ്ടെത്തിയാൽ 5 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 8 ആക്കാനും 3 0 ഇങ്ങനെ തലക്കൽ ഇട്ട് കൊടുത്താൽ മതി, MSBയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. സോ ഫസ്റ്റ് ഫൈൻഡ് 8 ബിറ്റ് റെപ്രസെൻറ്റേറ്റീവ്. ഇനി നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഇത് തന്നെയാണ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഏത്, നമ്മളുടെ 8 ബിറ്റ് ബൈനറി ഇറ്റ്സെൽഫ് ഈസ് ദ
വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെൻറ്റ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. എങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക? ബൈ ഇന്റർചേഞ്ചിങ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ചേഞ്ചിങ് 0 to 1 ആൻഡ് 1 to 0. 0യും 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങോട്ട് നോക്കിയടാ, 0നെ 1 ആക്കി, 0നെ 1 ആക്കി, 0നെ 1 ആക്കി, 1നെ 0 ആക്കി, 1നെ 0 ആക്കി, 0നെ 1 ആക്കി, 0നെ 1 ആക്കി, 1നെ 0 ആക്കി. ഇത്രയുള്ള പരിപാടി. റെഡി ആണല്ലോ? ഇതാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിലും പരിപാടി സെയിം ആണ്. 8-bit ബൈനറി ഇറ്റ് സെൽഫ്. ബൈനറി കണ്ടെത്തുക, 8-bit ബൈനറി കണ്ടെത്തുക. ഏത് നമ്പറാണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിൻ്റെ 8-bit റെപ്രസെൻറ്റേഷൻ കണ്ടെത്തുക. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് 8-bit ബൈനറി ഇറ്റ് സെൽഫ് ഈസ് ദ ടൂസ് കോംപ്ലിമെന്റ്. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ 8-bit ബൈനറി ഇറ്റ് സെൽഫ് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കല്? വൺസ് കോംപ്ലിമെന്റിലേക്ക് 1 ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ്? വൺസ് കോംപ്ലിമെന്റിലേക്ക് 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഈ കേസിലാണെന്നുണ്ടെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് ഇതാണ്. ഇനി വൺസ് കോംപ്ലിമെന്റിലേക്ക് 1 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൊണ്ടായിട്ട് 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇപ്പോൾ ടൂസ് കോംപ്ലിമെന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇയാൾ ടൂസ് കോംപ്ലിമെന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? 1 1 1 0 0 1 1 1 എന്ന് വരും. ക്ലിയർ ആണോ? നേരെ എന്ത് ചെയ്താൽ മതി? വൺസ് കോംപ്ലിമെന്റിലേക്ക് 1 ആഡ് ചെയ്ത് കൊടുത്താലാണ് ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. വീണ്ടും പറയാണ്, നമ്പർ തന്നിട്ട് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെക്കുക. അതുപോലെ ഒരു കൺവേർഷനും പഠിച്ചു വെക്കുക. അടുത്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് പറഞ്ഞാൽ? ഒന്നുമില്ല, പോയിന്റ് ഉള്ള നമ്പേഴ്സ്. ഏതാണ് സാധനം? പോയിന്റ് ഉള്ള നമ്പേഴ്സ്. പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മാൻഡിസ അതുപോലെ എക്സ്പോണന്റ്, ഇങ്ങനെ 2 സാധനമായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ മാൻഡിസ, എന്താ എക്സ്പോണന്റ് എന്നല്ലേ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച ആ സാധനം തന്നെ. എനി നമ്പർ ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ കണ്ടെയ്ൻ 2 പാർട്സ് മാൻഡിസ ആൻഡ് എക്സ്പോണന്റ്. അപ്പോൾ ഒരു നമ്പറിന് എങ്ങനെയാണ് മാൻഡിസ എക്സ്പോണന്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കല്? 25.45 എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ പോയിന്റിന് ശേഷം എല്ലാ നമ്പറും പോയിന്റിന് ശേഷം അപ്പുറത്ത് കയറ്റി ഇട്ടുകൊണ്ട് എഴുതി കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0.2545 എന്ന് വരും. ഇൻറ്റു 10⁻² എന്ന് എഴുതി കൊടുക്കുക. ഇതിൽ ഇയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? മാൻഡിസ എന്ന് പേര് വിളിക്കുക. ഇയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എക്സ്പോണന്റ് എന്ന് പേര് വിളിക്കുന്നത്. എക്സ്പോണന്റ് ആയിട്ട് എന്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്? പോയിന്റ് ഉള്ള നമ്പർ പറ്റൂല. എവിടെ? C+. നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ കൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അടുത്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്നായിരുന്നു. അതിൽ ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചു, അതായത് ഇൻറ്റിജറിൻ്റെ പഠിച്ചു, ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ പഠിച്ചു. അടുത്താണ് എന്തിൻ്റെ? ക്യാരക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതിനുവേണ്ടി നമുക്ക് പഠിക്കാനുള്ളത് ആസ്കി, യൂണിക്കോഡ്, ഇസ്കി, അതുപോലെ എപ്സിഡിക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ആസ്കി. ഈ പറയപ്പെട്ട എല്ലാവരുടെയും എന്ത് പഠിച്ചിരിക്കണം? ഫുൾ ഫോം പഠിച്ചിരിക്കണം. ആസ്കിൻ്റെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. എത്ര ബിറ്റാണ് യൂസ് ചെയ്യുന്നത്? 7 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ചെങ്ങായി മാത്രമേ 7 ബിറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. 7 ബിറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് എത്ര ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ? 128 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ 128 കിട്ടിയത് എന്നല്ലേ ഇത്ര ഉള്ളൂ പരിപാടി. എത്ര ബിറ്റ് എന്ന് പറഞ്ഞത്? 7 ബിറ്റ് അല്ല. അപ്പോൾ 2⁻7 കണ്ടാൽ മതി, അതായിരിക്കും 128 എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഈ 128 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26, 52 ലെറ്റേഴ്സ് ക്യാപിറ്റലും സ്മോളും പാടെ കൂടിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ പിന്നെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്കൊന്നും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് അവർ എന്തിറക്കി? ആസ്കി 8 എന്ന് പറയുന്ന സാധനം ഇറക്കി. അത് എത്ര ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരുന്നു? 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ആസ്കിക്ക് കഴിഞ്ഞു. അടുത്തതാണ് എപ്സിഡിക്. എപ്സിഡിക്കിന്റെ ഫുൾ ഫോം പഠിച്ചെടുക്കുക. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. എത്ര ബിറ്റാണ്? 8 ബിറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? IBM കമ്പനി അവരുടെ മെഷീൻസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് ഇസ്കി. ഇസ്കി മക്കളെ അമേരിക്കക്കാരും അതുപോലെ എപ്സിഡിക്കും ഒക്കെ ഉണ്ടാക്കി. പക്ഷേ ഇന്ത്യൻ ലാംഗ്വേജ് റെപ്രസെന്റ് ചെയ്യാൻ ഈ പറയപ്പെട്ട ഒറ്റ ക്യാരക്ടർ റെപ്രസെന്റേഷനും സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ലാംഗ്വേജസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ടാക്കി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇസ്കി ഉണ്ടാക്കി. ഇസ്കി എത്ര ബിറ്റ് ആയിരുന്നു? 8 ബിറ്റ് ആയിരുന്നു. എന്തിനാ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ 256 ക്യാരക്ടേഴ്സ് വെച്ച് നടക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യൂണിക്കോഡ് എന്ന് പറയുന്നത് എന്താണ്? 16 ബിറ്റ് റെപ്രസെന്റേഷൻ, 16 ബിറ്റാണ്. ഓർ മോർ 16 ബിറ്റ് മാത്രമല്ല, ഒന്നെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും. ഇപ്പോൾ യൂണിക്കോഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 32 ബിറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ക്യാൻ റെപ്രസെന്റ് അപ് ടു
65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്താണ് പ്രത്യേകത? ലോകത്തുള്ള ഒട്ടുമിക്ക ലാംഗ്വേജസും റെപ്രസെന്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും? ഈ യൂണിക്കോഡ് കൊണ്ട് സാധിക്കും. ഈ യൂണിക്കോഡ് വെച്ചിട്ടാണ് നമ്മുടെ വെബിലുള്ള ക്യാരക്ടർ റെപ്രസെന്റേഷനും അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ നടത്തുന്നത്. അടുത്താണ് റെപ്രസെന്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്റ്റൻഷൻ കുറച്ച് പേരുടെ അറിഞ്ഞിരിക്കണം. ഓഡിയോന്റെ എക്സ്റ്റൻഷൻ ഏതൊക്കെയാണ്? വാവ് ഉണ്ട്, MP3 ഉണ്ട്, മിഡി ഉണ്ട്, ഐഫ് ഉണ്ട്. അതുപോലെ ഇമേജിൻ്റെ JPEG ഉണ്ട്, BMP ഉണ്ട്, ടിഫ് ഉണ്ട്, ജിഫ് ഉണ്ട്, PNG ഉണ്ട്. അടുത്തത് വീഡിയോൻ്റെ ആണെങ്കിൽ AVI, MOV, MKV, MP4. ഓഡ് വൺ ഔട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുള്ളത്. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ആളുകളുടെയൊക്കെ ഫുൾ ഫോമും കൂടെ പഠിച്ചാൽ നന്നാവും. അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന പാർട്ട് ഇവിടെ തീർന്നു. അടുത്തതാണ് ബൂളിയൻ ആൾജിബ്ര. ആരാടാ? ബൂളിയൻ ആൾജിബ്ര. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഓപ്പറേഷൻ ഓൺ വേരിയബിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ വാല്യൂസ് 1 and 0. അതായത് ബൂളിയൻ വേരിയബിൾസ് ആയിട്ടുള്ള 1ഉം 0ൻ്റെയും ആൾജിബ്രേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിലുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൂളിയൻ ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. ദ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ ലോജിക്കൽ കോൺസ്റ്റൻസ് 1 and 0 ആർ കാൾഡ് ലോജിക്കൽ വേരിയബിൾ ഓർ ബൂളിയൻ വേരിയബിൾ. ലോജിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ 1ഉം 0യും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിൾ. അടുത്താണ് ബൂളിയൻ ഓപ്പറേഷൻസ്. 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓർ, ആൻഡ്, നോട്ട്. ഏതൊക്കെയാണ്? ഓർ, ആൻഡ്, നോട്ട്. ഓർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡീഷൻ ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ നെഗേഷൻ ആണ്. അടുത്ത ആളാണ് ലോജിക് ഗേറ്റ്. ലോജിക് ഗേറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ 1 or more ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസ് എ ലോജിക്കൽ ഔട്ട്പുട്ട്. ഡെഫിനിഷൻ അതുപോലെ പഠിച്ചു വെച്ചേക്കണേ മക്കളെ, പരീക്ഷയ്ക്ക് അതുപോലെ ചോദിക്കും. എന്താ ട്രൂത്ത് ടേബിൾ? ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടേബിൾ ഷോസ് ബൂളിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്. ബൂളിയൻ ഓപ്പറേഷൻസും അതിൻ്റെ റിസൾട്ടും കാണിക്കുന്ന ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളാണ് നമ്മൾ ഈ പറയപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെ പറ്റിയിട്ടും നമുക്കൊന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഓർ ഓപ്പറേറ്ററും അതിൻ്റെ ഗേറ്റും, അതായത് ഓർ ഗേറ്റ്. ഓക്കെ ആണല്ലോ. ഇറ്റ് പെർഫോംസ് ലോജിക്കൽ അഡീഷൻ ആൻഡ് ദ സിംബൽസ് യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് പ്ലസ്. പ്ലസ് ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഓർ ഓപ്പറേഷൻ്റെ ലോജിക് ഗേറ്റ് ആണ് ഈ കാണുന്നത്. ആദ്യം 2 വേരിയബിൾസ് വെച്ചിട്ടാണ് ഓർ ഓപ്പറേഷൻസ് നടത്തുക. മക്കളെ, നിങ്ങൾ ഈ ചിത്രം വരച്ചു കൊടുക്കുന്ന സമയത്ത്, ഓർ ഗേറ്റ് വരയ്ക്കുന്ന സമയത്ത് പല കുട്ടികളും സംഭവിച്ചു പോകുന്ന തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളയൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വരില്ല. അതങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയും, ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഇൻറ്റൻഷനലി ഈ അളവ് കറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരച്ച് പഠിച്ച് റെഡിയാക്കിയിട്ട് പോവുക. ഇങ്ങനെ തന്നെ വരക്കണം. റെഡിയാണല്ലോ. ഓർ ഗേറ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിച്ചു വെക്കുക. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ 0യും 0യും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. 1ഉം 0യും 1ഉം ആഡ് ചെയ്താൽ 1 കിട്ടും. 1ഉം 0യും ആഡ് ചെയ്താൽ 1 കിട്ടും. 1ഉം 1ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും 1ഉം 1ഉം ബൈനറി അഡീഷനിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 1 0 അല്ല കിട്ടിയത്. ഇത് ആ ബൈനറി അഡീഷൻ അല്ല, ഇത് ബൂളിയൻ ആൾജിബ്രയാണ്. ബൂളിയൻ ആൾജിബ്രയിൽ 2ഉം ട്രൂ ആണെങ്കിൽ ആൻസർ വിൽ ബി ട്രൂ. ഇവിടെ 1 എന്നല്ല, ട്രൂ ഫാൾസ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡിൻ്റെ അവസാനമുള്ള ഡി ഇങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി. ഇതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ആൻഡ് ഗേറ്റ് വരക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓർ ഗേറ്റ് വരക്കാൻ മര്യാദക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് വരച്ച് റെഡിയാക്കിയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോയാൽ മതി. ഓക്കെ ആണല്ലോ. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ആരുടെ? ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റിൻ്റെ. ആൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ടാണ്. കേട്ടോ മക്കളെ, ഡോട്ടാണ് ആൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിയടാ, 0 × 0 ആൻസർ 0 ആണ്. 1 × 0 0 ആണ്. 1 × 0 0 ആണ്. 1 × 1 1 ആണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ചാൽ മതി ഈ ഒരു സമയത്ത്. അടുത്താണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? കോംപ്ലിമെൻറ്റ്. ഈ ഒരു നമ്മൾ സെറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോംപ്ലിമെൻറ്റ്. ആ സെയിം പരിപാടി തന്നെയാണ്. എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1 ആണ്. എൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0 ആണ്. ഇനി എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മളുടെ നോട്ട് ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ത്രികോണമാണ്. നമ്മളെ സമൂസ ഉണ്ടല്ലോ, നോമ്പൊക്കെ തുറക്കുമ്പോൾ ഉപയോഗിക്കുന്ന സമൂസ. ആ സമൂസൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ വട്ടട്ട് കൊടുത്ത പരിപാടിയാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോവാം. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി, അതുപോലെ ഡുവൽ ഫോം. ഫോർ എ ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റ് ദർ എക്സിസ്റ്റ് എ ഡുവൽ ഫോം വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ. എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക? ചേഞ്ചിങ് ഓർ ടു ആൻഡ്. ഓറിനെ എന്താക്കി മാറ്റണം? ആൻഡ് ആക്കി മാറ്റണം. പിന്നെയോ ആൻഡിനെ ഓറാക്കി മാറ്റണം. പിന്നെയോ ബൈ റീപ്ലേസിങ് 0/1 ആൻഡ് 1/0. അപ്പോൾ ആൻഡ് ഓറാക്കുക, ഓർ ആൻഡ് ആക്കുക, 1 0 ആക്കുക, 0 1 ആക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചു a + a' = 1. a + a' = 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡുവൽ ഫോം നിങ്ങളോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എ അതുപോലെ എഴുതി കൊടുക്കുക, പ്ലസ് ഉള്ളത് ഡോട്ട് ആക്കണം. a' അതുപോലെ എഴുതി കൊടുക്കുക, കാരണം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 1 കണ്ടാൽ അത് 0 ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡുവൽ ഫോം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബേസിക് തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇടങ്ങാറുണ്ടാവും, എന്താ ഇതെല്ലാം കൂടെ പഠിക്കണമെന്ന്.
കഴിയുമെങ്കിൽ ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് പോവുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ലാസ്റ്റത്തെ ഈ ഒരു 4 ആളെങ്കിലും പഠിച്ചിട്ട് പോവുക. ക്ലിയർ ആണല്ലോ. ഈ 4 പേരുടെ പ്രൂഫ് എപ്പോഴേലൊക്കെ ചോദിക്കാറുണ്ട്. പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ട്രൂത്ത് ടേബിൾ വരച്ചു കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൽജിബ്രായിക്കലി പ്രൂവ് ചെയ്യണമെന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ ഈ ആൽജിബ്രായിക്കലി പ്രൂവ് ചെയ്യുന്ന പരിപാടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സമയം പരിമിതി സമയം നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് 60 മാർക്ക് മതി, 78 മാർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാടാ, അടുത്തതാണ് ഡിമോർഗൻസ് ലോ. ഈ ഡിമോർഗൻസ് ലോ എന്തായാലും പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. നമുക്ക് മാത്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ, ഈ സെൻറ്റൻസ് പറയാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാടാ സെൻറ്റൻസ് പറയുന്നത്? സെൻറ്റൻസ് പറയുമ്പോൾ എവിടുന്ന് തുടങ്ങണം? ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഈ കോംപ്ലിമെൻ്റ് എന്ന് തുടങ്ങണം. എവിടുന്ന് തുടങ്ങാടാ? കോംപ്ലിമെൻ്റ് എന്ന് തുടങ്ങണം. എങ്ങനെയാ അപ്പോൾ പറയാ? കോംപ്ലിമെൻ്റ് ഓഫ് സം ഓഫ് 2 ബൂളിയൻ വേരിയബിൾ. പറഞ്ഞേടാ, ഒപ്പം പറഞ്ഞേ. കോംപ്ലിമെൻ്റ് ഓഫ് സം ഓഫ് 2 ബൂളിയൻ വേരിയബിൾസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. ഒന്നുകൂടെ പറഞ്ഞേടാ, കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് 2 ബൂളിയൻ വേരിയബിൾസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. ഒന്ന് ബാക്ക് അടിച്ചിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അടുത്തൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇവിടെ നോക്കിയേ, എന്താ പറയുന്നത്? കോംപ്ലിമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ബൂളിയൻ വേരിയബിൾസ് ഈക്വൽ ടു സം ഓഫ് ദയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. എന്താ പറഞ്ഞത്? കോംപ്ലിമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ബൂളിയൻ വേരിയബിൾസ് ഈക്വൽ ടു സം ഓഫ് ദയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. വീണ്ടും പറയാണ്, ഇക്വേഷൻ ഈ ഒരു സംഭവം ഇവിടെ തന്നെ പഠിച്ചിട്ട് അപ്പുറത്തേക്കാണ് മുന്നോട്ട് പോയാൽ മതി. ഒരു 2 പ്രാവശ്യം കേട്ടിട്ട് പഠിച്ചിട്ട് പൊക്കോ. അടുത്താണ് സർക്യൂട്ട് ഡിസൈൻ. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നുള്ള സാധനമാണ് ഈ സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ തരും, ആ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഡിസൈൻ നിങ്ങളോട് വരക്കാനായിട്ട് പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ പറഞ്ഞത്? A'+B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ A എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു, B എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എടുത്തു. പിന്നെ എന്താ പറഞ്ഞത്? A' എടുക്കണം. സോ നമ്മൾ A നേരെ പോയി അവിടുന്ന് എന്തെടുത്തു? ഒരു കോംപ്ലിമെൻ്റ് എടുത്തു. കോംപ്ലിമെൻ്റ് എടുക്കുന്നതോട് കൂടി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിട്ട് മാറും? A കോംപ്ലിമെൻ്റ് ആയിട്ട് മാറും. പിന്നെ അതിനെ നേരെ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? A'+B എന്ന് കിട്ടി. പ്ലസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ആവുന്ന സമയത്ത് നമുക്ക് പള്ളിയുടെ മുനാരം പോലെ ചെരിച്ചിട്ട് ഒരു സാധനം വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അടുത്ത സാധനം x.y. അപ്പോൾ ആദ്യം തന്നെ x.y ആണ്. എക്സ് എടുത്തു, y എടുത്തു, ഡോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഗേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ D പോലെ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് x.y എന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞത്? ഇതിലേക്ക് y' കൂട്ടി കൊടുക്കണം. മക്കളെ, നമ്മൾ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ വലിക്കുന്ന സമയത്ത് ഓരോ റൂമുക്ക് ഓരോ കണക്ഷൻ നമ്മൾ വലിക്കാറുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് വന്ന് ഇല്ലല്ലോ. ഒരൊറ്റ കണക്ഷൻ എടുക്കും, അതിൽ നിന്ന് നമ്മൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോയിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു വട്ടം നിങ്ങൾ ഇട്ട് കൊടുക്കണേ, എന്നിട്ട് വേണം കണക്ഷൻ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ y എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നേരെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ y ആണുള്ളത്. അതിന് നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുന്നതോടുകൂടി അത് y' ആയിട്ട് മാറും. ആ y' നേരെ വന്നു. ഇവിടെ മുകളിൽ വരുന്നത് x.y ആണ്. ഇവിടെ വരുന്നത് ഒരു y' ആണ്. രണ്ടും കൂടെ കടത്തി വിട്ടിട്ടുള്ളത് ഓർ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ നടുവിൽ എന്താണ് സംഭവിക്കുക? അഡീഷൻ ആണ് സംഭവിക്കുക. ക്ലിയർ ആണല്ലോ. ഇതുപോലെ 2-3 ലോജിക് ഗേറ്റ്സ് വരക്കാനുള്ളത് നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം. അടുത്തൊരു ലോജിക് ഗേറ്റ് ആണ് A'.B. അപ്പോൾ A ഉണ്ട്, Aനെ നേരെ എടുത്തു, അതിനെ നേരെ കോംപ്ലിമെൻ്റ് ഉള്ളിൽ കൂടി നമ്മളുടെ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A' കിട്ടി. ഇനി എന്താ പറഞ്ഞത്? A.B'. അപ്പോൾ Aൻ്റെ ഒരു കണക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി. അതേപോലെ ബീൻ്റെ ഒരു കണക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി. ആരുടെയാണ് കോംപ്ലിമെൻ്റ് എടുക്കേണ്ടത്? ബീൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കേണ്ടത്. സോ ബീൻ്റെ അവിടെ ഒരു കോംപ്ലിമെൻ്റ് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് B കോംപ്ലിമെൻ്റ് കിട്ടി. കോംപ്ലിമെൻറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. സോ B കോംപ്ലിമെൻ്റ് നമുക്ക് കിട്ടി. ഇനി ഈ പറയപ്പെട്ട സാധനത്തിന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടും പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത്. സോ ഏത് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടേണ്ടത്? ആൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടു. ഇവിടെയും കടത്തി വിട്ടു, ആൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. എത്ര നീളം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ആൻഡ് ഗേറ്റിന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കടത്തി വിട്ടുള്ളത് ഇയാൾ A ആണ്, ഇയാൾ B' ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A.B' എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ ഫസ്റ്റത്തെ മുകളിലുള്ള ആൾ A' ആണ്, താഴെയുള്ള ആൾ ആരാണ്? വെറും B ആണ്. അപ്പോൾ A.B ഒന്നും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ കണക്ഷൻ ഇങ്ങനെ അടുപ്പിച്ചൊന്ന് കൊണ്ടുവരിക. അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഗേറ്റ് വരക്കാൻ നിൽക്കേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്. ഇനി ഓർ ഗേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാളെ മര്യാദക്ക് വളച്ച് വരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നേരെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി A'.B പ്ലസ് A.B' എന്ന് കിട്ടും. അടുത്തതാണ് യൂണിവേഴ്സൽ ഗേറ്റ്. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഇംപ്ലിമെൻറ്റ് എനി ബൂളിയൻ ഫംഗ്ഷൻ വിത്തൗട്ട് യൂസിങ് എനി അതർ ബൂളിയൻ ഓപ്പറേഷൻ. വേറെ ഒരു ബൂളിയൻ ഗേറ്റും ഇല്ലാതെ ഒറ്റയ്ക്ക് ഏത് ഓപ്പറേഷനും ആണെങ്കിലും, ആൻഡ് ആണെങ്കിലും ഓർ ആണെങ്കിലും നോട്ട് ആണെങ്കിലും ആരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? യൂണിവേഴ്സൽ ഗേറ്റിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. 2 യൂണിവേഴ്സൽ ഗേറ്റ് ആണുള്ളത്, നാൻഡും അതുപോലെ നോറും. സോ നമുക്ക് ഓരോരോ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആൻഡ് ഗേറ്റ് ആണ്. എന്താണ്? ഇൻവേർട്ടഡ് ആൻഡ് ഗേറ്റ്. ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A.B ആണല്ലോ. ആ A.B നേരെ കോംപ്ലിമെന്റ് എടുത്ത പരിപാടിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? A.B, അതായത് 0 × 0 0 × 0 പറഞ്ഞാൽ ആൻസർ 0 ആണ്.
ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു നമുക്ക് 1 കിട്ടും. അതേപോലെ 0 × 1 എന്ന് പറഞ്ഞാൽ എന്താ 0 തന്നെയാണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും 1 കിട്ടും. 1 × 0 എന്ന് പറഞ്ഞാലും 0 തന്നെയാണ്, 0ൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും 1 കിട്ടും. അതുപോലെ 1 × 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും. ആ നാൻഡ് ഗേറ്റിൻ്റെ സിമ്പൽ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡി വരച്ചു കൊടുക്കലായിരുന്നു. ആ ഡീൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ 0 ഇട്ട് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ്. അടുത്തതാണ് നോർ ഗേറ്റ്, അതായത് ഇൻവേർട്ടഡ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് പ്ലസ് എടുത്ത് ചെയ്തതിന് ശേഷം അതിനെ മൊത്തത്തിൽ എന്തെടുക്കുക കോംപ്ലിമെന്റ് എടുക്കുന്ന പരിപാടിയാണ് ഇൻവേർട്ടഡ് ഓർ ഗേറ്റ്, അതായത് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. 0യും 0യും കൂട്ടിയാൽ നമുക്ക് 0 ആണ് കിട്ടുക, അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. 0യും 1ഉം കൂട്ടിയാൽ 1 ആണ്, അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ 0 കിട്ടും. 1ഉം 0യും കൂട്ടിയാൽ നമുക്ക് ആൻസർ എന്താണ് കിട്ടുക 1 ആണ് കിട്ടുക, അതിന്റെ കോംപ്ലിമെന്റ് എടുത്തു 0 കിട്ടും. 1ഉം 1ഉം ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത് 1 ആണ് കിട്ടുക, അതിന്റെ നേരെ കോംപ്ലിമെന്റ് എടുത്തു ആൻസർ എന്ത് കിട്ടി 0 കിട്ടി. ഇനി നേരത്തെ ഉള്ള പോലെ തന്നെ നമ്മളുടെ ഓർ ഗേറ്റ് ഉണ്ടായിരുന്നു, ഓർ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുത്തതാണ് എന്തെന്ന് പറയുന്നത് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മളുടെ യൂണിവേഴ്സൽ ഗേറ്റ് തീർന്നു. നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ക്യാൻ റെപ്രസെന്റ് എനി ബൂളിയൻ ഓപ്പറേഷൻ വിത്തൗട്ട് യൂസിങ് എനി അതർ ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ അല്ലേ നോക്കണ്ടേ, അതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത് അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒരു വേരിയബിൾ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ 2 ഇൻപുട്ടായിട്ടും കൊടുക്കുന്ന പരിപാടി. അതേപോലെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നാൻഡ് ഉപയോഗിച്ചിട്ട് ഓർ ഉണ്ടാക്കുന്ന ചിത്രം, അതുപോലെ നോർ ഉപയോഗിച്ചിട്ട് നോട്ട്, നോർ ഉപയോഗിച്ചിട്ട് ആൻഡ്, നോർ ഉപയോഗിച്ചിട്ട് ഓർ ഗേറ്റ്. ഈ ഫിഗേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിലേതെങ്കിലും ഒന്ന് വരക്കാനായിട്ട് പറയാറുണ്ട്. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നോട്ടിൻ്റെ കേസിലൊക്കെ പരിപാടി എളുപ്പമാണ്. നോട്ടിൻ്റെ കേസിൽ നമ്മളുടെ പരിപാടി എളുപ്പമാണ്. എന്താ മതി, നോട്ടിൻ്റെ കേസിൽ എന്താണ് 2ഉം ഒറ്റ ഇൻപുട്ടായിട്ടാണ് കൊടുത്താൽ എന്ത് കിട്ടും നോട്ടിൻ്റെ പരിപാടി കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, നാൻഡും അതുപോലെ ആൻഡും വരുന്ന സമയത്ത്, നാൻഡും ആൻഡും അതേപോലെ നോറും ഓറും വരുന്ന സമയത്ത് എങ്ങനെയാണ് പോകുന്നത് സീരിയലായിട്ടാണ് പോകുന്നത്, സീരീസ് നേരെയാണ് പോകുന്നത്. ഇനി നേരെ ഉൾട്ടടിക്കുന്ന സമയത്ത് നാൻഡ് ഓറിൽ വരുന്ന സമയത്തും അതേപോലെ നോറ് ആൻഡിൽ വരുന്ന സമയത്തും 2 തട്ടായിട്ടാണ് പരിപാടി ഉണ്ടാകുന്നത്. ആ ഒരു സാധനം മനസ്സിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് പോവുക. ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. ചാപ്റ്ററിൽ നമ്മൾ ഈ പറയപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും വൃത്തിക്ക് പഠിച്ചു പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു ലോജിക് ഗേറ്റ് വരക്കാനും അതുപോലെ ഒരു നമ്പർ കൺവേർഷനും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ. നമ്പർ കൺവേർഷൻ വെറുതെ ക്ലാസ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് ഇത് ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ പ്രാവശ്യം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് റെഡിയാണെന്ന് ഉറപ്പിക്കണം. റെഡിയാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാമെന്നല്ലേ, അത് നിങ്ങൾക്ക് നെറ്റിലുണ്ടാവും. നമ്പർ കൺവേർഷന് വേണ്ടിയിട്ട് കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ ഏതെങ്കിലും ഒന്നിൽ ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ അല്ല എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്, നമ്മളുടെ CM അക്കാഡമിയുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ നോട്ട് അവൈലബിൾ ആവും. നിങ്ങൾ ഈ നോട്ട് പ്രിൻ്റ് എടുത്തിട്ടോ അല്ലാണ്ടെയോ ആയിട്ട് പഠിക്കുക. സോ നിർത്തുന്നു. താങ്ക് യു.